ദുരന്തം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരം പഴിചാരുകയാണ് സർക്കാരും RCBയും അതുപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും. സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു നിലപാടും എടുത്തിട്ടില്ല, അതായത് ഈ പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെടുകയോ മറ്റോ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പ്രതികരിച്ചത്. അതായത് സർക്കാർ ഈ വിഷയത്തിൽ കൈയൊഴുകിയാണ്. ഈ RCB എന്നുള്ളത് ബംഗളൂരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീമായതിനാൽ തന്നെയാണ് തങ്ങൾക്ക് അവരെ ആദരിക്കണമെന്ന് തോന്നിയത്. അത്തരത്തിലൊരു ആദരം സംഘടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ഇത്രയും തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു പരിപാടിക്ക് വേണ്ടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയുടെ പ്രതികരണം. There are a lot of questions raised. As I said, let the inquiry report come to government. And if there are any lapses, definitely they will point out the lapses, right? And whoever is responsible for those lapses, definitely we will initiate action. പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം, ഈ പരിപാടി ഇന്നലെ നടത്തരുത് എന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും പ്രധാനം, ഈ ഫൈനൽ രാത്രിയിൽ ആഘോഷങ്ങൾ വളരെ അധികം നേരം നീണ്ടുനിന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സംവിധാനം മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. പിറ്റേ ദിവസത്തേക്ക് ഒരു വലിയ ഔദ്യോഗിക പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പോലീസ് സേനയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടാകുമെന്ന് RCBയെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെയും അറിയിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ ഒരു വാദം, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ RCBയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അതിനിടെയാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വീണ്ടും വീഴ്ച സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് അല്പം വികാരാധീനനായിട്ടുള്ള ഒരു പ്രതികരണം DK ശിവകുമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. We are deeply hurt. It is our own family, all the members, the image of Karnataka, the image of Bangalore. Yes, we take it. We are not blaming on others. നിലവിലേതായാലും ഈ പാതയോരത്താണ്, അല്ലെങ്കിൽ ഈ വഴിയിലുള്ള ഗേറ്റുകളിലാണ് വലിയ ദുരന്തം നടന്നത്. ഏറ്റവും പ്രധാനം, ഈ 20 ഗേറ്റിനും 21 ഗേറ്റിനും ഇടയിൽ വലിയ ദുരന്തമാണ് ഉണ്ടായത്. 3 ജീവനുകൾ ഇവിടെ തന്നെ പൊലിഞ്ഞു എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ ആളുകളെ സമീപത്തുള്ള ആശുപത്രികളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷെ ആശുപത്രിയിൽ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ആശുപത്രിയിൽ കാണാൻ കഴിയുന്നത്. നിലവിലേതായാലും RCBയും അതുപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും സർക്കാരും 3 പേരും 3 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാവിലെ 10 മണിക്കാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, മാധ്യമപ്രവർത്തകർക്കുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പരിപാടി സംബന്ധിച്ച്, വിക്ടറി പരേഡ് സംബന്ധിച്ച് ഒരു അറിയിപ്പ് വരുന്നത്. അപ്പോഴും വിക്ടറി പരേഡ് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചിരുന്നത്. പിന്നീട് RCBയും പലതവണ ഇങ്ങനെ വിക്ടറി പരേഡ് ഉണ്ടാകുമെന്ന് അറിയിച്ചു. അവർ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കൂടുതൽ ആരാധകർ ഇവിടേക്ക് എത്തണമെന്ന് ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് വലിയ തിരക്ക് ഉണ്ടായത്. 35,000 ആളുകളെ മാത്രം കൊള്ളാൻ ശേഷിയുള്ള ഈ ഒരു സ്റ്റേഡിയത്തിൽ, ഈ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വന്നത് ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകളാണ്. വിധാൻ സൗദയിലെ കണക്ക് കൂടി നോക്കുമ്പോൾ അത് കൂടുതൽ ലക്ഷങ്ങൾ വരും. മെട്രോ പാസഞ്ചർ ലിസ്റ്റിൽ മാത്രം നോക്കിയാൽ, ടിക്കറ്റ് നോക്കിയാൽ മാത്രം 9 ലക്ഷത്തിലധികം ആളുകൾ മെട്രോയിൽ ഇന്നലെ യാത്ര ചെയ്തു. അതിൽ ഭൂരിഭാഗവും കബൺ പാർക്ക്, MG റോഡ്, അതുപോലെ തന്നെ വിധാൻ സൗദ, ഈ 3 സ്റ്റേഷനുകളിലേക്കാണ് അവരെല്ലാം തന്നെ യാത്ര ചെയ്തത്. അങ്ങനെ വലിയ ഒരു ജനസഞ്ചയം ഇവിടേക്ക് എത്തി. അങ്ങനെ ഉണ്ടായ ഒരു തിക്കും തിരക്കും പോലീസിനെ മറികടന്ന്, നിയന്ത്രണങ്ങളെ മറികടന്ന് ആളുകൾ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടന്നതാണ് അപകടത്തിന് കാരണം. ഇതിനെ തുടർന്ന് 11 ജീവനുകളാണ് പൊലിഞ്ഞത്. 50ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 17ഓളം പേർ നിലവിൽ ആശുപത്രി വിട്ടിട്ടുണ്ട്. 30ലധികം ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ്. വിഷയം ഏതായാലും ബംഗളൂരുവിനെ സംബന്ധിച്ച് വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയിരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഭവത്തിൽ DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മജിസ്റ്റീരിയൽ തല അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിനോദ് മുറാഴയ്ക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.